നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ UDL വരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ എൻഡ് റിയാക്ഷനും ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആസ് ഷോൺ ഇൻ ഫിഗർ ഡിറ്റർമൈൻ സപ്പോർട്ട് റിയാക്ഷൻ, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് പോയിൻറ്റ് C യൂസിങ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം. അപ്പോൾ AB എന്ന് പറയുന്ന സിംപ്ലി സപ്പോർട്ടഡ് ബീം തന്നിട്ടുണ്ട്. അതിൽ രണ്ട് ലോഡാണ് ആക്ട് ചെയ്യുന്നത്. ഒന്നാമത്തേത് UDL എന്ന് പറയുന്നത് യൂണിഫോമിലെ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. രണ്ടാമത്തേത് പോയിൻ്റ് ലോഡുമാണ്. UDL എന്ന് പറയുന്നത് 60 കിലോ ന്യൂട്ടൺ, പോയിൻ്റ് ലോഡ് എന്ന് പറയുന്നത് 20 കിലോ ന്യൂട്ടൺ. UDL ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് 4 മീറ്റർ, പോയിൻ്റ് ലോഡ് മിഡിലാണ് ആക്ട് ചെയ്യുന്നത് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 3 മീറ്റർ. ഓക്കെ, ഇനി ഈ പ്രോബ്ലം ചെയ്യാൻ നമുക്കറിയാം ടോട്ടൽ 4 സ്റ്റെപ്പാണുള്ളത്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരയ്ക്കുക. സപ്പോർട്ട് റിയാക്ഷൻ്റെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരയ്ക്കുക. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഫൈൻഡ് എൻഡ് റിയാക്ഷൻസ്. ആ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന കോർഡിനേറ്റ്സ് കൊണ്ട് പോയിൻ്റ് ലോഡിനെയും UDLനെയും മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് എൻഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഷിയർ ഫോഴ്സ് അറ്റ് പോയിൻ്റ് C. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, കണ്ടുപിടിക്കേണ്ടത് പോയിൻ്റ് Cയിലെയാണ്. ഇനി സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് പോയിൻ്റ് C. ഇത്രയാണ് 4 സ്റ്റെപ്പ് ഉണ്ട്. ഒന്നാമത്തെ എന്ത് ചെയ്യുക, ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരയ്ക്കുക സപ്പോർട്ട് റിയാക്ഷൻ്റെ. അതിൽ നിന്നും എൻഡ് റിയാക്ഷൻ രണ്ടാമത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിക്കുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ പോയിൻ്റ് Cയിലെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഷിയർ ഫോഴ്സ് വരയ്ക്കുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോയിൻ്റ് Cയിലെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ബെൻഡിങ് മൊമെൻറ്റ് വരയ്ക്കുക. ഓക്കെ, സ്റ്റെപ്പ് 1 നോക്കാം. ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ വരയ്ക്കുക. 60 കിലോ ന്യൂട്ടൺ UDLും 20 കിലോ ന്യൂട്ടൺ പോയിൻ്റ് ലോഡും ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇൻഫ്ലുവൻസ് ലൈൻ ഫോർ RA എന്ന് പറയുന്നതും ഇൻഫ്ലുവൻസ് ലൈൻ ഫോർ RB എന്ന് പറയുന്നതും സ്റ്റാൻഡേർഡ് ഡയഗ്രമാണ്. നമ്മൾ അറിഞ്ഞിരിക്കണം സിംപ്ലി സപ്പോർട്ട് ബീമിന് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം RAയ്ക്കും RBയ്ക്കും വരയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് ഡയഗ്രാം വരയ്ക്കുക. ഇനി തന്നിരിക്കുന്ന പോയിൻ്റ് C എക്സ്റ്റെൻഡ് ചെയ്യുക, അതുപോലെ തന്നെ പോയിൻ്റ് ലോഡ് എക്സ്റ്റെൻഡ് ചെയ്യുക. അവ മീറ്റ് ചെയ്യുന്ന കറസ്പോണ്ടിങ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാമിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ആ പോയിൻറ്റിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഇൻഫ്ലുവൻസ് ലൈൻ ഫോർ RA എന്ന് പറയുന്നതിൻ്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്, X1ഉം X2ഉം. ഇനി ഇൻഫ്ലുവൻസ് ലൈൻ ഫോർ RB എന്ന് പറയുന്നതിൻ്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്, Y1ഉം Y2. ഇനി നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് എന്ത് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക കോർഡിനേറ്റ്സ്, പ്രിൻസിപ്പിൾ ഓഫ് സിമിലർ ട്രയാങ്കിൾ ഉപയോഗിച്ചിട്ട് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക. ഇനി ആദ്യത്തെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം എടുക്കുക, അതായത് RAയുടെ എടുക്കുക. ഇനി ആദ്യത്തെ കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും, ഇതെന്ന് പറയുന്നത് എന്താണ്, ലാർജ് ട്രയാങ്കിളാണ്. അതായത് എത്ര കിട്ടും, 1/10, 4 + 3 + 3, 1/10 ഈക്വൽ ടു X1 അതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്, എത്രയാണ്, X1/6, 3 + 3. അത് ഫസ്റ്റ് കോർഡിനേറ്റ്സ് ആണ്. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് X2 കണ്ടുപിടിക്കുക. അവിടെ എന്ത് ചെയ്യുക, ലാർജ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക, അതായത് 1/10 ആണ്. ഇനി X2ൻ്റെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇതാണ്, എത്രയാണ്, X2/3, അതായത് ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 ആണ്. അതുപോലെ എന്തിലും കണ്ടുപിടിക്കണം, ഇൻഫ്ലുവൻസ് ലൈൻ ഫോർ RBയ്ക്കും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക. അതായത് ഇൻഫ്ലുവൻസ് ലൈൻ ഫോർ RAയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് നേരത്തെ വരച്ച് കാണിച്ചതുപോലെ തന്നെയാണ്, 1/10 എഴുതിയിരിക്കുന്ന 1/10 ഈക്വൽ ടു X1/6. അവിടെ നിന്ന് X1 ഈക്വൽ ടു 0.6 കിട്ടും. ഇനി X2ൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 1/10 ഈക്വൽ ടു X2/3 ആണ്. അവിടെ നിന്ന് X2ൻ്റെ കോർഡിനേറ്റ്സും കിട്ടും. അതുപോലെ RBയുടെ കോർഡിനേറ്റ്സും കണ്ടുപിടിക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം എന്ത് ചെയ്യുക, ലാർജ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. രണ്ടാമത് നമുക്ക് കണ്ടുപിടിക്കേണ്ട കോർഡിനേറ്റ്സിൻ്റെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ലാർജ് ട്രയാങ്കിൾ എത്രയാണ്, ഇവിടെ 1/10 ഈക്വൽ ടു Y1/4. Y1 എന്ന് പറയുന്നത് 0.4 കിട്ടും. അതുപോലെ തന്നെ സ്മോൾ ട്രയാങ്കിൾ Y2ൻ്റെ കണ്ടുപിടിക്കുക. Y2ൻ്റെ സ്മോൾ ട്രയാങ്കിൾ കണ്ടുപിടിക്കുക, അതായത് 1/10 ഈക്വൽ ടു Y2/7. അപ്പോൾ എത്ര കിട്ടും, Y2 എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളാണ്. Y2 എന്ന് പറയുന്നത് എത്രയായിട്ടും Y2 ഈക്വൽ ടു 0.7. അങ്ങനെ RAയുടെയും RBയുടെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചു.
ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഫൈൻഡ് എൻഡ് റിയാക്ഷൻ. എൻഡ് റിയാക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും? എൻഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് സിമ്പിളി എന്ത് ചെയ്യാം? കോർഡിനേറ്റ്സിനെ ലോഡ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു ലോഡ് എന്ന് പറയുന്നത് യൂണിഫോമിലെ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. ഇനി യൂണിഫോമിലെ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വരുന്ന കേസിൽ എങ്ങനെ നമ്മൾ അവിടുത്തെ ലോഡ് എടുക്കും, അതുപോലെ തന്നെ പോയിൻ്റ് ലോഡ് കൊണ്ട് കോർഡിനേറ്റ്സ് കൊണ്ട് എങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യും? ശ്രദ്ധിച്ചേ, യു ഡി എൽ വരുന്ന കേസിലാണെങ്കിൽ ഇതാണ് ഇക്വേഷൻ. എങ്ങനെ? യു ഡി എല്ലിൻ്റെ ഇൻറ്റൻസിറ്റി ഇൻറ്റു ഏരിയ ഓഫ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം അണ്ടർ ലോഡ്. ശ്രദ്ധിക്കുക, യു ഡി എൽ വരുന്ന കേസിൽ നമ്മൾ ആർ എ എൻഡ് റിയാക്ഷൻ കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷനാണ് യു ഡി എല്ലിൻ്റെ ഇൻറ്റൻസിറ്റി കൊണ്ട് ആ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരുന്ന ഏരിയനെ എന്ത് ചെയ്യുക? മൾട്ടിപ്പിൾ ചെയ്യുക. എന്താണ്? യു ഡി എല്ലിൻ്റെ ഇൻറ്റൻസിറ്റി കൊണ്ട് ഏരിയ ഓഫ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാമിനെ മൾട്ടിപ്പിൾ ചെയ്യുക. നോക്കാം. ഇവിടെ ആദ്യം എന്ത് ചെയ്യുക? ആദ്യം ഇൻഫ്ലുവൻസ് ലൈൻ ഫോർ ആർ എ ആണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് എൻഡ് റിയാക്ഷനായ ആർ എ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ആരുടെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം തന്നെ എടുക്കണം? ആർ എയുടെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം തന്നെ എടുക്കുക. അതായത് ഇതാണ് നമ്മുടെ ആർ എയുടെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം. നേരത്തെ കിട്ടിയ വാല്യൂസ് മാർക്ക് ചെയ്തു. x1 0.6 ആണ്, x2 0.3 നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി എന്താണ് പറഞ്ഞത്? ഈ ഏരിയയിൽ എന്താണ് വരുന്നത്? യു ഡി എൽ ആണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് എൻഡ് റിയാക്ഷൻ കണ്ടുപിടിക്കുന്നതിന് ഇക്വേഷൻ എന്ന് പറയുന്നത് യു ഡി എല്ലിൻ്റെ ഇൻറ്റൻസിറ്റീനെ ഏരിയ ഓഫ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം അണ്ടർ ലോഡ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. ഇവിടെ യു ഡി എല്ലിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണ് തന്നിട്ടുള്ളത്? 60 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. യു ഡി എല്ലിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 60 ആണ്. ഇനി അവിടുത്തെ ഏരിയ, ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാമിൻ്റെ ഏരിയ നോക്കി. ഇതാണ് ആ യു ഡി എല്ലിൻ്റെ ഇൻറ്റൻസിറ്റി വരുന്ന ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാമത്തിൻ്റെ ഏരിയ. ഇതെന്തായിട്ട് തോന്നും? ഇതെന്ന് പറയുന്നത് ഒരു ട്രപ്പിസോയിഡ് ആണല്ലേ. ഇത് അതായത് യു ഡി എല്ലിൻ്റെ താഴെ വരുന്ന ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ജോയിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ട്രപ്പിസോയിഡാണ്. അപ്പോൾ എന്തിൻ്റെ ഏരിയയാണ് ഇവിടെ എടുക്കേണ്ടത്? യു ഡി എല്ലിൻ്റെ ഇൻറ്റൻസിറ്റിയോടൊപ്പം ട്രപ്പിസോയിഡിൻ്റെ ഏരിയയാണ് മൾട്ടിപ്പിൾ ചെയ്യേണ്ടത്. ഓക്കെ, ട്രപ്പിസോയിഡിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? മുകളിൽ തന്നിരിക്കുന്ന അതേ വാല്യൂ 1.6. ആ ട്രപ്പിസോയിഡ് സെപ്പറേറ്റ് ആയിട്ട് എടുത്തതാണ് ഇതാ കാണിച്ചിരിക്കുന്നത് 1.6. അതുപോലെ തന്നെ ആ യു ഡി എൻ്റെ താഴെ വരുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? ഇതാ 4 മീറ്റർ. അത് മാർക്ക് ചെയ്തിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. 1 മാർക്ക് ചെയ്തു, 0.6 മാർക്ക് ചെയ്തു, അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്റ്റൻസ് ആയ 4 മീറ്റർ മാർക്ക് ചെയ്തപ്പോൾ ട്രപ്പിസോയിഡിൻ്റെ ഡയമെൻഷൻസ് കിട്ടി. ഇനി ഏരിയ ഓഫ് ട്രപ്പിസോയിഡ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? ഏരിയ എ ഈക്വൽ ടു എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു ഹെച്ച്. ഇവിടെ എ എന്ന് പറയുന്നത് 1, ബി എന്ന് പറയുന്നത് 0.6 ആണ്, എച്ച് എന്ന് പറയുന്നത് എത്രയാണ്? 4 മീറ്റർ ആണ്. ശ്രദ്ധിച്ചേ, നോക്കിയേ, 60 എന്ന് പറയുന്നത് യു ഡി എല്ലിൻ്റെ ഇൻറ്റൻസിറ്റിയാണ്. അതിന് എന്ത് ചെയ്തു? ട്രപ്പിസോയിഡിൻ്റെ ഏരിയ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു. ട്രപ്പിസോയിഡിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഏതാണ്? എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു എച്ച്. അതായത് 1 പ്ലസ് 0.6 ബൈ 2 ഇൻറ്റു 4 പ്ലസ് ഇനി ഏതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്? പോയിൻ്റ് ലോഡും കൂടെ ഉണ്ട്. അത് സാധാരണ ചെയ്താൽ മതി. പോയിൻ്റ് ലോഡിന് വേരിയേഷൻ ഇല്ല. യു ഡി എൽ വരുമ്പോൾ മാത്രമാണ് ഈ പറഞ്ഞ വേരിയേഷൻ വരുന്നത്. പോയിൻ്റ് ലോഡ് എന്ന് പറയുന്നത് 20 ഇൻറ്റു അതിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 0.3. 20 ഇൻറ്റു 0.3. മനസ്സിലായോ? ഒരിക്കൽ കൂടെ പറയാം. നമുക്ക് യു ഡി എൽ വരുന്ന കേസ് എന്ന് പറയുന്നത് അതിൻ്റെ എൻഡ് റിയാക്ഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് യു ഡി എല്ലിൻ്റെ ഇൻറ്റൻസിറ്റിയോടൊപ്പം ഏരിയ ഓഫ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം അണ്ടർ ലോഡ് മൾട്ടിപ്പിൾ ചെയ്യണം. ഇനി ഇവിടെ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രത്തിൻ്റെ ഏരിയ നമുക്ക് നോക്കുമ്പോൾ കിട്ടുന്നത് ട്രപ്പിസോയിഡാണ്. അതുകൊണ്ടാണ് ട്രപ്പിസോയിഡിൻ്റെ ഏരിയ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തത്. ട്രപ്പിസോയിഡിൻ്റെ ഏരിയ എ ഈക്വൽ ടു എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു ഹെച്ച് ആണ്. ഇവിടെ എയും ബിയും എന്ന് പറയുന്ന മുകളിൽ കിട്ടിയ വാല്യൂ തന്നെയാണ് 1ഉം 0.6ഉം. ഹെച്ച് എന്ന് പറയുന്നത് അവരുടെ ഡിസ്റ്റൻസ്. ഇനി സെക്കൻഡ് ആർ ബിയുടെ എൻഡ് റിയാക്ഷൻ ആർ ബി കണ്ടുപിടിക്കുന്നതിന് ആരുടെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം തന്നെ കൺസിഡർ ചെയ്യുക? ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ആർ ബി തന്നെ കൺസിഡർ ചെയ്യുക. ഇനി അവിടെ നോക്കിയേ, അവിടെ എന്ത് വരുന്നുണ്ട്? ഒരു യു ഡി എൽ വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? യു ഡി എല്ലിൻ്റെ എന്താണ്? യു ഡി എല്ലിൻ്റെ ഇൻറ്റൻസിറ്റിയോടൊപ്പം അവയുടെ ഇൻഫ്ലുവൻസ് ഡയഗ്രാമിൻ്റെ ഏരിയയാണ് മൾട്ടിപ്പിൾ ചെയ്യേണ്ടത്. ഇനി ആർ ബിയുടെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ വരുന്ന ഡയഗ്രത്തിൻ്റെ ഷേപ്പ് ഏതാണ്? യു ഡി എല്ലിൻ്റെ താഴെ വരുന്നത് ട്രയാങ്കിളാണ് അല്ലേ. ആർ എ കൺസിഡർ ചെയ്തപ്പോൾ ട്രപ്പിസോയിഡിലാണ് കിട്ടിയത്. ഇനി ആർ ബിയുടെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം കൺസിഡർ ചെയ്തപ്പോൾ യു ഡി എല്ലിൻ്റെ
ഇൻഫ്ലുവൻസ് ഡയഗ്രത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ട്രയാങ്കിളിൻ്റെ ഏരിയയ്ക്ക് ഈക്വലാണ്. അതായത് ഒരു ട്രയാങ്കിളാണ് നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ എന്ത് ഇക്വേഷൻ കൊടുത്താൽ മതി? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഈക്വൽ ടു ഹാഫ് ബി എച്ച്. അതാണ് ഇവിടെ സൈഡ് ചെയ്തിരിക്കുന്നത്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഈക്വൽ ടു ഹാഫ് ബി എച്ച്. ബി എന്ന് പറയുന്നത് എന്താണ്? യു ഡി എൽ ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് 4 മീറ്റർ. 0.4 എന്ന് പറയുന്നത് വേറെ അല്ല, കോർഡിനേറ്റ് y1 എന്ന് പറയുന്ന കോർഡിനേറ്റിനെയാണ് 0.4 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ അവിടുത്തെ എന്ത് കണ്ടുപിടിക്കുക? എൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? യു ഡി എല്ലിൻ്റെ ഇൻറ്റൻസിറ്റിയോടൊപ്പം എന്ത് മൾട്ടിപ്പിൾ ചെയ്യുക? അവിടുത്തെ ഏരിയ അണ്ടർ ദി ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം. അപ്പോൾ ഇവിടെ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു 0.4 ഇൻറ്റു അതിനെന്തും ഇവിടെ മൾട്ടിപ്പിൾ ചെയ്യുക? യു ഡി എൻ്റെ ഇൻറ്റൻസിറ്റിയായ 60 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു പ്ലസ് 20 ഇൻറ്റു 0.7. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 62 കിലോ ന്യൂട്ടൺ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, യു ഡി എൽ വരുമ്പോൾ ചെറിയൊരു വേരിയേഷൻ ഉള്ളത്. യു ഡി എല്ലിൻ്റെ ഇൻറ്റൻസിറ്റിയോടൊപ്പം എന്ത് ചെയ്യുക? ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രത്തിൻ്റെ ഏരിയ കൂടെ മൾട്ടിപ്പിൾ ചെയ്യണം. ആ ഏരിയ എടുക്കുമ്പോൾ ട്രപ്പിസോയിഡ് ആണെങ്കിൽ ട്രപ്പിസോയിഡിൻ്റെ ഏരിയ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. ട്രയാങ്കിളാണ് കിട്ടുന്നതെങ്കിൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് നോക്കാം. സ്റ്റെപ്പ് 3 ഷിയർ ഫോഴ്സ് അറ്റ് പോയിൻ്റ് സി എന്ന് പറയുന്ന പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പോയിന്റിലെ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുന്നത്. ആദ്യം എന്ത് ചെയ്യുക? ഷിയർ ഫോഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡയഗ്രാം വരയ്ക്കുക. ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരയ്ക്കുക. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് വരച്ചു. ഇനി ഷിയർ ഫോഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡയഗ്രാം വരച്ചു. ഇനി ഈ വാല്യൂ 0.6ഉം 0.4ഉം എങ്ങനെ കിട്ടും? നമ്മൾ നോക്കി, പ്രീവിയസിലെ നമുക്ക് കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ആർ എയുടെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരച്ചപ്പോൾ x1 എന്ന് പറയുന്നത് 0.6 കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ് ലൈൻ ഫോർ RB വരച്ചപ്പോൾ y1 എന്ന് പറയുന്നത് 0.4 കിട്ടിയിട്ടുണ്ട്. നമുക്കിവിടെ മാക്സിമം ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കേണ്ടത് അണ്ടർ പോയിൻ്റ് സിയിലാണ്. അപ്പോൾ നമ്മുടെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വന്നത്. ഇനി ഈ പോർഷനിൽ എന്ത് ചെയ്യുക? RAയുടെ വാല്യൂ എടുക്കുക, കോർഡിനേറ്റ് എടുക്കുക. ഇവിടെ എത്ര കിട്ടും? 0.6 ഇവിടെയാണ് 0.6 എഴുതേണ്ടത്. ഇനി താഴെയാണെങ്കിലോ 0.4 എഴുതുക. ഈ പോർഷനിൽ 0.4 എഴുതുക. ശ്രദ്ധിക്കുക, താഴോട്ടെന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ എന്ത് എഴുതുക? -0.4. മനസ്സിലായോ? അതായത് ഒരിക്കൽ കൂടെ പറയാം. നമുക്കിവിടെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഷിയർ ഫോഴ്സിൻ്റെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അറ്റ് പോയിൻ്റ് സിയുടെ താഴെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? പോയിൻ്റ് സിയുടെ താഴെ എക്സ്റ്റെൻഡ് ചെയ്ത് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരച്ചു. ഇനി ഈ വാല്യൂ എന്ന് പറയുന്നത് RAയുടെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാത്തിൻ്റെ വാല്യൂ ആണ്, അതായത് 0.6. ഇനി താഴെ എന്ന് പറയുന്നത് RBയുടെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രത്തിൻ്റെ വാല്യൂ ആണ് 0.4. ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് താഴെ എന്ന് പറയുന്നത് നെഗറ്റീവാണ്, അതുകൊണ്ട് മൈനസ് കൊടുക്കുക, -0.4. അതാണ് നെക്സ്റ്റ് സ്ലൈഡിൽ എഴുതിയിട്ടുള്ളത്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് 0.6 -0.4. ഓക്കെ അല്ലേ? ഇനി ഇവിടെ കണ്ടുപിടിക്കേണ്ട ഒരു കോർഡിനേറ്റാണ് എക്സ് എന്ന് പറയുന്നത്. അതായത് 20 കിലോ ന്യൂട്ടൻ്റെ താഴെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എക്സ് എന്ന് പറയുന്ന കോർഡിനേറ്റാണ്. അതെന്ത് ചെയ്യുക? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് സിമിലർ ട്രയാങ്കിൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. ഇനി എക്സ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് ലാർജ് ട്രയാങ്കിൾ അല്ലേ? ലാർജ് ട്രയാങ്കിൾ ഇവിടെ എടുക്കുക. ലാർജ് ട്രയാങ്കിൾ എടുത്തു. അതായത് 0.6 by 3 + 3 6 ഈക്വൽ ടു x/3. അത്രയേ ഉള്ളൂ. ആ ഒരു എക്സ് മാത്രം ഇവിടെ കണ്ടുപിടിച്ചാൽ അതാണ് 0.6 by 6 ഈക്വൽ ടു x/3. അവിടെ നിന്ന് എക്സ് കിട്ടും. ഇനി ഇവിടുത്തെ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കേണ്ടത് ഈക്വൽ ടു എന്ത് ചെയ്യുക? യു ഡി എൽ ആയതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുക? യു ഡി എൻ്റെ ഇൻറ്റൻസിറ്റിയോടൊപ്പം ഏരിയ ഓഫ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം അണ്ടർ ലോഡ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക പ്ലസ് പോയിൻ്റ് ലോഡ് ഇൻറ്റു അതിൻ്റെ കോർഡിനേറ്റ്. ഇവിടെ ഏരിയ നോക്കി, ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇവിടെയും ട്രയാങ്കിളാണ് അല്ലേ? ഇത് യു ഡി എല്ലിൻ്റെത്. അതിൻ്റെ താഴെ വരുന്ന ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ട്രയാങ്കിളാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഹാഫ് ബി എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ ഡയറക്റ്റായിട്ട് കൊടുത്താൽ മതി. ഹാഫ് ബി എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ ഡയറക്റ്റായിട്ട് കൊടുക്കുക. ഹാഫ് ബി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് 4 ആണ്. എച്ച് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഇവിടെ എച്ച് എന്ന് പറയുന്നത് എത്രയാണ്? -0.4 ആണ്. സൈൻ വേണം, ഷിയർ ഫോഴ്സ് ഇവിടെ നെഗറ്റീവാണ്, അതുകൊണ്ട് -0.4. 60 ഇൻറ്റു ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു -0.4 അല്ലേ? ഇനി പ്ലസ് എന്ത് ചെയ്യുക? പോയിൻ്റ് ലോഡും കൂടെ 20 ഇൻറ്റു അതിൻ്റെ കോർഡിനേറ്റ് എക്സ് എത്ര കിട്ടിയിട്ടുണ്ട്? എക്സ് ഈക്വൽ ടു 0.3 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും എന്ത് ചെയ്യുക? മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ -42 കിലോ ന്യൂട്ടൺ.
അപ്പോൾ ഷിയർ ഫോഴ്സ് വേറെ ഒന്നും ചെയ്തില്ല. ഷിയർ ഫോഴ്സ് ആയിട്ട് പോയിന്റ് സി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ, അതായത് ആർ എ ആർ ബിയുടെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രത്തിൻ്റെ വാല്യൂ ആണ് ഇവിടെ എടുത്തത്. ആ വാല്യൂ തന്നെയാണ് ഇവിടെ വരുന്നത്. പിന്നെ സൈനും കൂടെ നോക്കുക. ഷിയർ ഫോഴ്സ് താഴെ നെഗറ്റീവാണ്. ഇനി എക്സിൻ്റെ കോർഡിനേറ്റ് മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ. ആ എക്സിൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം യു ഡി എൽ വന്നതുകൊണ്ട് യു ഡി എൻ്റെ ഇൻറ്റൻസിറ്റിയോടൊപ്പം ഏരിയ ഓഫ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം അണ്ടർ ലോഡ് മൾട്ടിപ്പിൾ ചെയ്തു. ഇനി പോയിൻ്റ് ലോഡിൻ്റെയും അതിൻ്റെ കോർഡിനേറ്റും മൾട്ടിപ്പിൾ ചെയ്ത് സമ്മപ്പ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് -42 kN. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സിക്ക് ക്വസ്റ്റ്യൻ അതുപോലെ വരയ്ക്കുക. സ്റ്റാൻഡേർഡ് ഡയഗ്രാം എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി ഇതാണ്. പീക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് അവർ പറയുന്ന പോയിന്റിലായിരിക്കും നമ്മൾ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ മാക്സിമം വാല്യൂ കൊടുക്കേണ്ടത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് സിയിലാണ്. അതുകൊണ്ട് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്, കോർഡിനേറ്റ് എന്ന് പറയുന്നത് സിയിലായിരിക്കും. അതിൻ്റെ ഇക്വേഷൻ എത്രയാണ് നേരത്തെ പഠിച്ചു? L - A/L × A. എൽ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 മീറ്റർ. എ എന്ന് പറയുന്നത് സി വരെയുള്ള പോയിൻറ്റിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 4 മീറ്റർ. അപ്പോൾ അതവിടെ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ വാല്യൂ എത്ര കിട്ടി? 2.4 മീറ്റർ കിട്ടി. L - A/L × A ചെയ്യുമ്പോൾ 2.4 മീറ്റർ കിട്ടുന്നുണ്ട്. ഇനി ഇവിടെ കണ്ടുപിടിക്കേണ്ട ഒരു കോർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ലാർജ് ട്രയാങ്കിൾ എടുക്കുക, അതുപോലെ തന്നെ സ്മോൾ ട്രയാങ്കിൾ എടുക്കുക. ഇത് ലാർജ് ട്രയാങ്കിളാണ്, ഈ സ്മോൾ ട്രയാങ്കിൾ ഇതെടുക്കുക അല്ലേ. അതായത് എന്ത് ചെയ്യുക? 2.4 എൻ്റെ ഡിസ്റ്റൻസ് 6 ആണ്, ഈക്വൽ ടു x/3. ഇനി അവിടെ നിന്ന് എക്സ് 1.2 മീറ്റർ ആയിരിക്കും. ഇനി ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ ഇവിടെയും എന്താണ്? യു ഡി എൽ ആയതുകൊണ്ട് യു ഡി എൻ്റെ താഴെയുള്ള ഏരിയ കണ്ടുപിടിക്കുക. ഏരിയ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? ട്രയാങ്കിളാണ് ഇവിടെയും. അപ്പോൾ ഹാഫ് ബി എച്ച് ഡയറക്റ്റായിട്ട് കൊടുത്താൽ മതി. ഹാഫ് ബി എച്ചിന് ഇതെന്ന് പറയുന്നത് 4 മീറ്ററും ഇതെന്ന് പറയുന്നത് കിട്ടിയിട്ടുണ്ട് 2.4 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. 2.4 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് കൊടുക്കുക. 60 × ഹാഫ് × 4 × 2.4 പ്ലസ് പോയിൻ്റ് ലോഡിൻ്റെ 20 × എത്രയാണ്? എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്, എക്സ് കോർഡിനേറ്റിൻ്റെ വാല്യൂ 1.2 മീറ്റർ ആണ്. അത് കൊടുക്കുക, സമ്മപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് യു ഡി എൽ വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് എൻഡ് റിയാക്ഷനും ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും കണ്ടുപിടിക്കുക. ആ വേരിയേഷൻ ശ്രദ്ധിച്ചാൽ മതി. ബാക്കി എല്ലാ പ്രൊസീജിയറും നേരത്തെ വീഡിയോയിൽ പറഞ്ഞ അതേ സ്റ്റെപ്പ് തന്നെയാണ്. യു ഡി എൽ വരുന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെ വ്യത്യാസമുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്